പ്രിയ വിദ്യാർത്ഥികളെ, ഹോം സയൻസിലെ എനർജി കൺസർവേഷൻ ഊർജ്ജ സംരക്ഷണം എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുക. എനർജി കൺസർവേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എനർജി കൺസർവേഷൻ മീൻസ് യൂസിങ് എനർജി കെയർഫുള്ളി ആൻഡ് അവോയ്ഡിങ് വേസ്റ്റേജ്. ആയിട്ട് ഊർജം കളയാതെ വളരെ ശ്രദ്ധാപൂർവം അത് ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇറ്റ് ഹെൽപ്സ് സേവ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് റെഡ്യൂസ് പൊല്യൂഷൻ. അങ്ങനെ ആകുമ്പോൾ പ്രകൃതി വിഭവങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്നു, ഒപ്പം തന്നെ നമ്മുടെ മലിനീകരണത്തിൻ്റെ അളവ് കുറയ്ക്കാൻ കഴിയും. കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ബയോമാസ് ഇന്ധനങ്ങൾ കത്തിക്കുക, പെട്രോളായാലും കൽക്കരി ആണെങ്കിലും ഒക്കെ കത്തിക്കുക, അത് മലിനീകരണത്തിന് കാരണമാവും. അപ്പോൾ നാച്ചുറൽ റിസോഴ്സസ് സേവ് ചെയ്യാനും അതുപോലെ തന്നെ മലിനീകരണം കുറയ്ക്കാനും നമ്മൾ എനർജി സേവ് ചെയ്യാൻ പഠിക്കലാണ്. എനർജി വേസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കലാണ് നല്ലത്. എനർജി കൺസർവേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ ചാപ്റ്റർ പഠിക്കുന്നു. ഇലക്ട്രിസിറ്റി, ഫ്യൂവൽ, ഇതൊക്കെ നമ്മൾ സേവ് ചെയ്യുമ്പോൾ എനർജി കൺസർവേഷൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കറണ്ട് അധികം ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ പാഴായിട്ട് കളയാണ്ടിരിക്കുക, ആളില്ലെങ്കിലും ഫാനും ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് പോവുക, ഇതൊക്കെ ഇലക്ട്രിസിറ്റിയുടെ ദുരുപയോഗമാണ്. അതുപോലെ തന്നെ ഗ്യാസ്, പാചകവാതകം ഉപയോഗിക്കുമ്പോൾ അമിതമായിട്ട് ഗ്യാസ് വേസ്റ്റ് ആകാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുക്കിംഗ് ഗ്യാസിനെ കുറിച്ച്. ഇനി റെഡ്യൂസസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. എനർജി കൺസർവേഷന് നമ്മൾ ശ്രമിക്കുമ്പോൾ പരിസ്ഥിതിയുടെ മലിനീകരണത്തിൻ്റെ തോത് കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇറ്റ് കൺസേർവ്സ് നാച്ചുറൽ റിസോഴ്സസ്. എനർജി കൺസർവേഷൻ നാച്ചുറൽ റിസോഴ്സസിൻ്റെ കൺസർവേഷനെ സഹായിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ഇവിടെ കാണേണ്ടത്. കാരണം ഭാവി തലമുറകൾക്ക് വേണ്ടിയിട്ട് അത് ലഭിക്കുന്നു. നമ്മളൊക്കെ പെട്രോളിയവും കൽക്കരിയും ഡീസലും ഒക്കെ കണ്ടിട്ടുണ്ട്. ഭാവി തലമുറകൾക്ക് അത് കാണാനുള്ള ഭാഗ്യം പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ കൺസർവ് ചെയ്ത് വെക്കേണ്ടത് ആവശ്യമാണ്. ഫ്യൂച്ചർ ജനറേഷൻസിൻ്റെ നീഡ്സിനെ കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ഇന്ന് ഊർജ്ജ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ലോവേഴ്സ് ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ്. ഹൗസ് ഹോൾഡ് എക്സ്പെൻസസിനെയൊക്കെ ലോവർ ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. എനർജി കൺസർവേഷൻ്റെ മറ്റൊരു പ്രാധാന്യം അതാണ്. ഇറ്റ് വിൽ ലോവർ ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ്. കാരണം ഇലക്ട്രിസിറ്റി ബില്ല് കൂടാതെ വരുന്നു. ഗ്യാസ് പിന്നെ അധികം പണം മുടക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ, പാഴാക്കാതെ ഉപയോഗിച്ചാൽ. അപ്പോൾ വീട്ടു ചെലവുകൾ ചുരുങ്ങുന്നു. ഇനി എനർജിയുടെ സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ നാച്ചുറൽ റിസോഴ്സസും ഉണ്ട്, അതുപോലെ തന്നെ അതായത് റിന്യൂവബിൾ സോഴ്സസ്, സോളാർ എനർജി, വിൻഡ് എനർജി, ഹൈഡ്രോ പവർ, ബയോമാസ്, ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. ഹൈഡ്രോ പവർ എനർജി, ബയോമാസ് എനർജി, ദെൻ അതുപോലെ സോളാർ എനർജി സൂര്യനിൽ നിന്ന് കിട്ടുന്നത്, ജിയോ തെർമൽ എനർജി ഭൂമിക്കടിയിലൂടെ താപം ഉപയോഗപ്പെടുത്തി നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയാണ്. കാറ്റിൽ നിന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയാണ് വിൻഡ് എനർജി. ഹൈഡ്രോ പവർ എനർജി മീൻസ് ഡാമുകളിൽ വെള്ളം തടഞ്ഞു നിർത്തി വൈദ്യുതി ഉണ്ടാക്കുന്ന രീതിയാണ്. ബയോമാസ് എനർജി വർഷങ്ങൾക്ക് അപ്പുറത്ത് 70 ലക്ഷം വർഷങ്ങൾക്ക് അപ്പുറം മണ്ണിനടിയിൽ പെട്ടുപോയ ഒരു കാട്, മരങ്ങളൊക്കെ അത് മണ്ണിനടിയിൽ കിടന്ന് ജീർണിച്ച് കൽക്കരിയോ പെട്രോളിയോ ഒക്കെ കൽക്കരിയൊക്കെ ആയി മാറുന്നു, ബയോമാസ് ഇന്ധനങ്ങളായി മാറുന്നു. ഇതൊക്കെ ബയോമാസ് എനർജിയാണ്. ഇത് നമുക്ക് എന്താണ് റിന്യൂവബിൾ സോഴ്സസ് അല്ല. ഓക്കെ, എന്നാൽ റിന്യൂവബിൾ സോഴ്സസ് ആയിട്ടുള്ളത് ഏതാണ്? സോളാർ എനർജി റിന്യൂവബിൾ സോഴ്സസ് ആണെന്ന് പറയാം, വിൻഡ് എനർജി റിന്യൂവബിൾ സോഴ്സ് ആണെന്ന് പറയാം. അല്ലാതെ ബയോമാസ് എനർജി റിന്യൂവബിൾ അല്ല. അത് ഉപയോഗിക്കുന്തോറും തീർന്നുകൊണ്ടിരിക്കും, കൽക്കരിയും പെട്രോളിയവും ഡീസലും ഒക്കെ. എന്നാൽ ഹൈഡ്രോ പവർ എനർജിയും നമുക്ക് വേണമെങ്കിൽ മഴ പെയ്യുമ്പോൾ വീണ്ടും ഡാമുകളിൽ വെള്ളം നിറയും, അതുകൊണ്ട് വീണ്ടും നമുക്ക് റീപ്ലനിഷ് ചെയ്യപ്പെടുന്നവയാണ്. ബയോമാസ് എനർജി റിന്യൂവബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിൽ അതെ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇത് കഴിയുമ്പോൾ, പക്ഷെ അത് നീണ്ട കാലയളവ് വേണം. 70 ദശലക്ഷം വർഷമൊക്കെ കഴിഞ്ഞിട്ട് അല്ലേ മരം കുഴിച്ചിട്ടിട്ട് നമ്മൾ ബയോമാസ് ഇന്ധനം ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ഇനി അപ്പോൾ നോൺ റിന്യൂവബിൾ എന്ന് പറയുന്നു, ഒരിക്കലും നമുക്ക് റിന്യൂ ചെയ്യാനേ പറ്റാത്തതാണ് വാസ്തവത്തിൽ ഈ ഓയിലും കോളും നാച്ചുറൽ ഗ്യാസും ന്യൂക്ലിയർ എനർജിയും എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ബയോമാസിലെ വേറൊരു ബയോമാസ് റിന്യൂവബിൾ ആയിട്ട് നമുക്ക് പറയാം, നമ്മുടെ വേസ്റ്റിൽ നിന്നുണ്ടാക്കുന്ന എനർജി അല്ലേ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ റിന്യൂവബിൾ ആയിട്ട് ബയോഗ്യാസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിന്യൂവബിൾ ആണെന്ന് പറയും. ഇനി നീഡ് ഫോർ എനർജി കൺസർവേഷൻ. എനർജി കൺസർവേഷൻ്റെ ആവശ്യകത എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഫോസിൽ ഫ്യൂവൽസ് പലപ്പോഴും പരിമിതമാണ്. ഫോസിൽ ഫ്യൂവലുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പെട്രോളിയം, ഡീസൽ, കൽക്കരി ഇങ്ങനെയുള്ളതൊക്കെ അളവിൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോസിൽ ഫ്യൂവൽ, ഓയിൽ, കോള്, നാച്ചുറൽ ഗ്യാസ് ഇതൊക്കെ അളവിൽ കുറവാണ്. അതാണ് ഒരു കാര്യം. അപ്പോൾ നമ്മൾ
സൂക്ഷിച്ചുപയോഗിക്കണം. ഇൻക്രീസിങ് പോപ്പുലേഷൻ ഇൻക്രീസസ് എനർജി ഡിമാൻഡ്. വർദ്ധിക്കുന്ന ജനസംഖ്യ എനർജിയുടെ ആവശ്യം കൂട്ടുന്നു എന്നുള്ളതാണ്. കാരണം ലോകത്തെല്ലായിടത്തും ജനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹെൽപ്സ് കൺട്രോൾ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിങ്ങും ക്ലൈമറ്റ് ചേഞ്ചിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ഇതുകൊണ്ട് സാധിക്കും. അമിതമായി ഈ ബയോമാസ് ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂലുകൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ഇഫക്റ്റ് ഉണ്ടാക്കുകയും ഭൂമിയിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ സൂര്യൻ്റെ ചൂട് ഭൂമിയിൽ അധികമായി അനുഭവപ്പെടുകയും അതിൻ്റെ ഫലമായിട്ട് അന്റാർട്ടിക്കയിലെ മഞ്ഞുരുകയും ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഫലമായിട്ട് ആ മഞ്ഞ് അമിതമായി ഉരുകുമ്പോൾ കടൽ ജലനിരപ്പ് ഉയരുകയും പല ദ്വീപ് രാഷ്ട്രങ്ങളും വെള്ളത്തിനടിയിലായി പോവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഇൻഡയറക്റ്റായിട്ടോ ഡയറക്റ്റായിട്ടോ ഒക്കെ ബാധിച്ചേക്കാം ഇത്, അല്ലേ? ഇനി വേസ്റ്റ് കൺസർവ് എനർജി അറ്റ് ഹോം. വീട്ടിൽ നമുക്ക് എനർജി സേവ് ചെയ്യാനായിട്ടുള്ള വഴികൾ എന്തൊക്കെയാണ്? സ്വിച്ച് ഓഫ് ലൈറ്റ്സ് ആൻഡ് ഫാൻസ് വെൻ നോട്ട് ഇൻ യൂസ്. വീട്ടിൽ ലൈറ്റും ഫാനും ഉപയോഗത്തിലില്ലാത്തപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യുക. യൂസ് LED ബൾബ്സ്. LED ബൾബുകൾ വളരെ എനർജി സേവിങ് ഡിവൈസസ് ആണ്, അത് ഉപയോഗിക്കുക. ഇനി അതുപോലെ തന്നെ യൂസ് നാച്ചുറൽ സൺലൈറ്റ് ആൻഡ് വെന്റിലേഷൻ. പറ്റുമെങ്കിൽ നല്ല കാറ്റും വെളിച്ചവും കിടക്കുന്ന ജനൽ ഒക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ അത്രയും കുറച്ച് വെളിച്ചം വീടിനുള്ളിൽ മതി. ടേൺ ഓഫ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് കംപ്ലീറ്റ്ലി. വൈദ്യുത ഉപകരണങ്ങൾ പൂർണ്ണമായിട്ടും ടേൺ ഓഫ് ചെയ്യുക. യൂസ് എനർജി എഫിഷ്യൻറ്റ് അപ്ലയൻസസ്. എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അപ്ലയൻസസ് യൂസ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്നത്. അതായത് ഉദാഹരണത്തിന് വീട്ടിൽ ഗ്യാസ് സ്റ്റൗ ഉണ്ടോ? ഇനി അതിൽ തന്നെ ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കുമ്പോൾ പ്രഷർ കുക്കർ ഒരു ഗ്യാസ് സ്റ്റൗവിൽ നമുക്ക് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അപ്ലയൻസ് ആണെന്ന് പറയാം. കാരണം കുറച്ച് അതുപോലെ തന്നെ തെർമൽ കുക്കർ എന്ന് പറയുന്ന വേറൊരു കുക്കറുണ്ട്, അതും എനർജി സേവിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണെന്ന് പറയാം. അതും പ്രഷർ കുക്കറിൽ തന്നെ നമ്മൾ ശരിയായ ബർണർ സൈസ് നോക്കുക. വലിയ ബർണറിൽ കൂടുതൽ ഫ്ലെയിം ആവശ്യമുള്ളതും ചെറിയ ബർണറിൽ അധികം ഫ്ലെയിം ആവശ്യമില്ലാത്തതുമായത് വേവിക്കുക എന്നതാണ്. ബർണർ സൈസ് നോക്കുന്നതും പിന്നെ ചെറുതായി പച്ചക്കറികളൊക്കെ അരിയുന്നത് നല്ലതാണ്, വേഗം വെന്ത് കിട്ടും അധികം സമയം എടുക്കാതെ. അതുപോലെ തന്നെ റെസിജ്വൽ ഹീറ്റും കൂടി ഉപയോഗപ്പെടുത്താൻ കഴിയുക. പലരും അങ്ങനെയല്ല ചെയ്യുന്നത്, മുഴുവൻ വേവിച്ച് കഴിഞ്ഞിട്ടാണ് സ്റ്റൗ ഓഫ് ചെയ്യുന്നത്. അങ്ങനെയല്ല, മുഴുവൻ വേകുന്നതിന് മുമ്പ് തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ. കുറച്ച് മുൻപേ തന്നെ ബാക്കിയുള്ളത് ആ ചൂട് കൊണ്ട് തന്നെ തനിയെ അവിടെ ഇരുന്ന് വേകുമെങ്കിൽ മുൻപേ നമുക്ക് അത് മനസ്സിൽ കണക്കാക്കിക്കൊണ്ട് നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നനച്ചിട്ട് പയറുവർഗ്ഗങ്ങളൊക്കെ നനച്ചിട്ട് വേവിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നനയ്ക്കാതെയും വെന്ത് കിട്ടും. കുക്കറൊക്കെ ഉള്ള കാലത്ത് തീർച്ചയായിട്ടും നമുക്കത് സാധിക്കും. പക്ഷേ തലേ ദിവസം സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ, നനച്ച് കുതിർത്തിയിട്ട് വേവിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ വെന്ത് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ സോക്ക് ബിഫോർ കുക്കിംഗ് എന്നുള്ളൊരു ഒരു എനർജി സേവിങ് ആയിട്ടുള്ള ഒരു ഹാക്കാണെന്ന് പറയാം. ഇനി മൂടി അടച്ച് വേവിക്കുന്നത് എനർജി സേവിങ്ങിന്. പിന്നെ ഒരു കുക്കറിൻ്റെ ഉള്ളിൽ തന്നെ പല തട്ടുകളായിട്ട് പല സാധനങ്ങൾ ഒരേ സമയം വേവിക്കാവുന്ന തട്ടുകളൊക്കെ ഉള്ളവയുണ്ട്. അപ്പോൾ സ്റ്റാക്ക് ആൻഡ് കുക്ക് എന്ന് പറയുന്ന ഏർപ്പാട്, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അപ്ലയൻസസ് ഇതിനകത്ത് ഇതെല്ലാം പെടും. ഇനി എനർജി എഫിഷ്യൻ്റ് അപ്ലയൻസസ് എന്താണ്? എനർജി അപ്ലയൻസസ് വിത്ത് എനർജി സേവിങ് റേറ്റിംഗ്സ്. എനർജി സേവിങ് റേറ്റിംഗ് കാണിച്ചിരിക്കുന്ന അപ്ലയൻസ് ഉണ്ടല്ലോ, കൺസ്യൂം ലെസ് ഇലക്ട്രിസിറ്റി ആൻഡ് ഹെൽപ്പ് റെഡ്യൂസ് ഇലക്ട്രിസിറ്റി ബിൽസ്. ഉദാഹരണത്തിന് 5 സ്റ്റാർ റേറ്റ് ചെയ്തിരിക്കുന്ന റെഫ്രിജറേറ്റർ, അതെന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അത് അത്രയും കുറച്ച് വൈദ്യുതി ഉപയോഗിക്കുള്ളൂ. അതിൻ്റെ പ്രൊഡക്ഷൻ മെത്തേഡ് അങ്ങനെയാണ്. 3 സ്റ്റാർ റേറ്റിംഗ് ഉള്ള റെഫ്രിജറേറ്റർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അല്പം വില കുറവായിട്ട് കിട്ടും, പക്ഷേ കറണ്ട് ബില്ല് കൂടുതലാവും. ഇനി കൺസർവേഷൻ ഓഫ് കുക്കിംഗ് ഫ്യൂവൽ. കുക്കിംഗ് ഫ്യൂവലിൻ്റെ കൺസർവേഷനെ കുറിച്ചാണ് അടുത്തത്. കുക്ക് വിത്ത് കവേർഡ് വെസൽസ്. മൂടിവെച്ച പാത്രങ്ങൾ കൊണ്ട് കുക്ക് ചെയ്യുക. യൂസ് പ്രഷർ കുക്കേഴ്സ്. പ്രഷർ കുക്കറുകൾ ഉപയോഗിക്കുക. സോക്ക് പൾസസ് ബിഫോർ കുക്കിംഗ്. പയർവർഗ്ഗങ്ങൾ കുക്കിങ്ങിന് മുൻപേ തന്നെ തലേ ദിവസമേ കുതിർത്ത് വയ്ക്കുക, എന്നിട്ട് പാചകം ചെയ്യുക. കീപ്പ് ബർണേഴ്സ് ക്ലീൻ. ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെയൊക്കെ ബർണറുകൾ ചിലപ്പോൾ അടഞ്ഞിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവൻ ഇന്ധനവും നമുക്ക് പാചകത്തിനായി ലഭിക്കണമെന്നില്ല, കുറേ അന്തരീക്ഷത്തിലേക്ക് വേസ്റ്റായി പോകും. ബർണറുകൾ ക്ലീനാക്കി വയ്ക്കുക. ഇനി വെള്ളത്തിൻ്റെ കൺസർവേഷനാണ് മറ്റൊരു കാര്യം. അത് ലീക്കിംഗ് ടാപ്പുകൾ നമ്മൾ അടച്ചു വയ്ക്കുക, ലീക്ക് മാറ്റി വയ്ക്കുക, റിപ്പയർ ചെയ്യുക. യൂസ് വാട്ടർ കെയർഫുള്ളി. ശ്രദ്ധാപൂർവ്വം വെള്ളം ഉപയോഗപ്പെടുത്തുക. ഹാർവസ്റ്റ് റെയിൻ വാട്ടർ ഹാർവസ്റ്റ് ചെയ്യുക. റീയൂസ് വാട്ടർ വെൻ എവർ പോസിബിൾ. പറ്റുമ്പോഴൊക്കെ റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നവയൊക്കെ റീയൂസ് ചെയ്യുക. ഇനി റിന്യൂവബിൾ എനർജി നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ്? സോളാർ കുക്കർ,
റിന്യൂവബിൾ എനർജിയാണ്. സോളാർ വാട്ടർ ഹീറ്റർ, സൂര്യപ്രകാശത്തിൽ വെള്ളം ചൂടാകുന്ന സംവിധാനം ഒരുക്കിയിട്ടുള്ള വീടുകളിൽ അതിനുവേണ്ടി പ്രത്യേകം വൈദ്യുതി നഷ്ടപ്പെടുത്തേണ്ടതില്ല. ആൻഡ് സോളാർ പാനലുകളൊക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് സേവ് കൺവെൻഷണൽ എനർജി റിസോഴ്സസ്, നമ്മുടെ പരമ്പരാഗതമായ എനർജികളായിട്ടുള്ള വൈദ്യുതി സേവ് ചെയ്യാൻ സാധിക്കുന്നു എന്നർത്ഥം. ഇനി ഇൻഡിവിജ്വൽസിൻ്റെ റോൾ എന്താണെന്നുള്ളതാണ്. നമ്മളെപ്പോലുള്ള വ്യക്തികൾക്ക് എവറി പേഴ്സൺ ക്യാൻ കോൺട്രിബ്യൂട്ട് ബൈ ഡെവലപ്പിംഗ് എനർജി സേവിങ് ഹാബിറ്റ്സ്, എല്ലാ വ്യക്തികൾക്കും വേണമെങ്കിൽ എനർജി സേവിങ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാം. ആൻഡ് സ്പ്രെഡിങ് അവെയർനെസ് അബൌട്ട് എനർജി കൺസർവേഷൻ, എനർജി കൺസർവേഷനെ സംബന്ധിച്ച് അവെയർനെസ് വ്യാപിപ്പിക്കാം, അല്ലേ, അവബോധം ജനങ്ങളിൽ വ്യാപകമാക്കാം. ഒരു ചോദ്യം, വാട്ട് ഈസ് എനർജി കൺസർവേഷൻ? എനർജി കൺസർവേഷൻ മീൻസ് യൂസിങ് എനർജി വൈസ്ലി ആൻഡ് റെഡ്യൂസിങ് വേസ്റ്റേജ്, വളരെ ശ്രദ്ധാപൂർവം ഊർജ്ജത്തെ ഉപയോഗപ്പെടുത്തുക, പാഴായിട്ട് നഷ്ടപ്പെടുത്താതിരിക്കുക. ഇറ്റ് ഹെൽപ്സ് സേവ് നാച്ചുറൽ റിസോഴ്സസ്, അപ്പോൾ പ്രകൃതി വിഭവങ്ങളെ ലാഭിക്കാം. ഇറ്റ് ഓൾസോ പ്രൊട്ടക്ട്സ് ദ എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു. വൈ ഈസ് എനർജി കൺസർവേഷൻ ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് എനർജി കൺസർവേഷൻ ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഇറ്റ് റെഡ്യൂസസ് എനർജി കൺസംഷൻ ആൻഡ് പൊല്യൂഷൻ, എനർജി കൺസംഷനും പൊല്യൂഷനും അത് കുറയ്ക്കുന്നു. ഇറ്റ് സേവ്സ് മണി ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്, പണവും പ്രകൃതി വിഭവങ്ങളും ലാഭിക്കുന്നു. ഇറ്റ് എൻഷുവേഴ്സ് എനർജി അവൈലബിലിറ്റി ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്, ഭാവി തലമുറകൾക്ക് വേണ്ടിയിട്ട് എനർജി അവൈലബിലിറ്റി ഉറപ്പുവരുത്തുന്നു. നെയിം 2 റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി, ഏതെങ്കിലും 2 റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി പറയുക. സോളാർ എനർജി ആൻഡ് വിൻഡ് എനർജി ആർ ദ 2 റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി. ദേ ക്യാൻ ബി റിപ്ലനിഷ്ഡ് നാച്ചുറലി, അത് സ്വാഭാവികമായി തന്നെ റിപ്ലനിഷ് ചെയ്യാവുന്നതാണ്. ദേ കോസ് ലെസ് പൊല്യൂഷൻ, അതിന് വളരെ കുറച്ച് പൊല്യൂഷൻ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. നെയിം 2 നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി, 2 നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി പറയാമോ? കോൾ ആൻഡ് പെട്രോളിയം ആർ നോൺ റിന്യൂവബിൾ സോഴ്സസ്, കൽക്കരിയും പെട്രോളിയവും നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് ആണ്. ദെയർ സപ്ലൈ ഈസ് ലിമിറ്റഡ്, അതിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. ദേ ടേക്ക് മില്യൺസ് ഓഫ് ഇയേഴ്സ് ടു ഫോം, അത് രൂപപ്പെടുത്താൻ വർഷങ്ങൾ എടുക്കും. ഹൗ ക്യാൻ ഇലക്ട്രിസിറ്റി ബി കൺസർവ്ഡ് അറ്റ് ഹോം, വീട്ടിൽ നമുക്ക് ലാഭിക്കാനായിട്ട് കറണ്ട് എങ്ങനെ ലാഭിക്കാം? ഇലക്ട്രിസിറ്റി. സ്വിച്ച് ഓഫ് അപ്ലയൻസസ് വെൻ നോട്ട് ഇൻ യൂസ്, ഉപകരണങ്ങൾ ഉപയോഗത്തിലില്ലാത്തപ്പോൾ അവ സ്വിച്ച് ഓഫ് ചെയ്യുക. യൂസ് LED ബൾബ്സ് ആൻഡ് എനർജി എഫിഷ്യൻറ്റ് ഡിവൈസസ്, LED ബൾബുകളും ഊർജ്ജ ലാഭിക്കുന്ന ഉപകരണങ്ങളും മാത്രം ഉപയോഗിക്കുക. മേക്ക് മാക്സിമം യൂസ് ഓഫ് ഡേ ലൈറ്റ്, പകൽ വെളിച്ചം ജനലുകൾ തുറന്നിട്ടും വെന്റിലേഷനിലൂടെയും പരമാവധി ഉപയോഗപ്പെടുത്തുക. വാട്ട് ആർ എനർജി എഫിഷ്യൻറ്റ് അപ്ലയൻസസ്, എനർജി എഫിഷ്യൻറ്റ് അപ്ലയൻസസ് എന്താണ്? ദീസ് അപ്ലയൻസസ് യൂസ് ലെസ് ഇലക്ട്രിസിറ്റി ഫോർ ദ സെയിം വർക്ക്, ഒരേ വർക്കിന് സെയിം വർക്കിന് തന്നെ അത്ര കുറഞ്ഞ അളവിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നവയാണ് എനർജി എഫിഷ്യൻറ്റ് അപ്ലയൻസസ്. ദേ ഹെൽപ്പ് സേവ് എനർജി, ദേ ഓൾസോ റെഡ്യൂസ് ഇലക്ട്രിസിറ്റി ബിൽസ്. പഴയ കാലത്തെ ഫാനുകളൊക്കെ ധാരാളം വൈദ്യുതി എടുക്കുമായിരുന്നെങ്കിൽ എന്നാൽ കുറഞ്ഞ അളവിൽ വൈദ്യുതി ഉപയോഗപ്പെടുത്തുന്ന ഫാനുകൾ ഇറങ്ങിയിട്ടുണ്ട്. റെഫ്രിജറേറ്ററുകളും അങ്ങനെ തന്നെ. അടുത്തത്, ഹൗ ഡസ് എ പ്രഷർ കുക്കർ സേവ് എനർജി? പ്രഷർ കുക്കർ എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്? എ പ്രഷർ കുക്കർ കുക്സ് ഫുഡ് ഫാസ്റ്റർ, അതെ, അതിനകത്തുള്ള വായുവിൻ്റെ സമ്മർദ്ദം കൊണ്ട് അതിവേഗത്തിൽ ഭക്ഷണം വേവിക്കുന്ന പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. ലെസ് ഫ്യൂവൽ ഈസ് നീഡഡ്, അവിടെ അധികം ഇന്ധനം ആവശ്യമില്ല. ദിസ് ഹെൽപ്സ് കൺസർവ് എനർജി, ഇത് എനർജി കൺസർവേഷന് നമ്മളെ സഹായിക്കുന്നു. വാട്ട് ഈസ് സോളാർ എനർജി? എന്താണ് സോളാർ എനർജി? സോളാർ എനർജി ഈസ് എ എനർജി ഒബ്റ്റെയിൻഡ് ഫ്രം സൺ, സൂര്യനിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ്. ഇറ്റ് ഈസ് റിന്യൂവബിൾ ആൻഡ് നോൺ പൊല്യൂട്ടിങ്, അത് റിന്യൂവബിൾ ആണ്, അത് മലിനീകരണമില്ലാത്തതാണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ കുക്കിംഗ് ആൻഡ് ഹീറ്റിംഗ്, കുക്കിങ്ങിനും ഹീറ്റിങ്ങിനും അത് ഉപയോഗിക്കാം. മറ്റൊരു ചോദ്യം, വൈ ഷുഡ് ഫോസിൽ ഫ്യൂവൽസ് ബി കൺസർവ്ഡ്? ഈ ഫോസിൽ ഇന്ധനങ്ങളെ സംരക്ഷിക്കണം. മണ്ണിനടിയിൽ അപ്പുറം പെട്ടുപോയ ജീവജാലങ്ങളുടെ, സസ്യജന്തുജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ അവിടെ കിടന്ന് അവ സൂര്യനിൽ നിന്ന് പണ്ട് ആ ജീവി അല്ലെങ്കിൽ ആ മരം, ആ ചെടി സംഭരിച്ച ഊർജം അതിൻ്റെ ബോഡിയിൽ പെട്ടുപോയിട്ടുണ്ട് ഭൂമിക്കടിയിൽ, അത് റിലീസാകും എനർജി ആയിട്ട്. അവയാണ് കൽക്കരിയും പെട്രോളിയവും ഒക്കെ അങ്ങനെ കിട്ടുന്നവയാണ് ഫോസിൽ ഫ്യൂവലുകൾ. ഫോസിൽ ഫ്യൂവൽസ് ആർ ലിമിറ്റഡ് റിസോഴ്സസ്, പരിമിതമായ വിഭവങ്ങളാണ്. എക്സസീവ് യൂസ് മേ എക്സോസ്റ്റ് ദം, അമിതമായി ഉപയോഗിച്ചാൽ അത് നാമാവശേഷമായി പോകും. കൺസർവേഷൻ എൻഷുവേഴ്സ് ദെയർ അവൈലബിലിറ്റി ഇൻ ദ ഫ്യൂച്ചർ, അവയുടെ സംരക്ഷണം ഭാവിയിലെ അവരുടെ അവൈലബിലിറ്റിയെ ഉറപ്പുവരുത്തുന്നു. ഹൗ ക്യാൻ വാട്ടർ കൺസർവേഷൻ സേവ് എനർജി? ജലസംരക്ഷണം കൊണ്ട് ഊർജ്ജം സംരക്ഷിക്കാമോ? കുറച്ച് മുമ്പ് എനർജിയുടെ സേവിങ്ങിൻ്റെ ചാപ്റ്ററിൽ പൈപ്പ് വെള്ളം നമ്മൾ പാഴാക്കരുത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ട്രീറ്റിംഗ് ആൻഡ് പമ്പിങ് വാട്ടർ റിക്വയർസ് എനർജി. നോക്കൂ, വെള്ളം ശുദ്ധി ചെയ്തെടുക്കാനും അത് പമ്പ് ചെയ്ത് വിടാനും ഒക്കെ ധാരാളം എനർജി ആവശ്യമാണ്. നമ്മളിവിടെ പാഴാക്കി കളഞ്ഞാലോ? സേവിങ് വാട്ടർ റെഡ്യൂസസ് എനർജി യൂസ്. പാഴാക്കി കളഞ്ഞാൽ വീണ്ടും ട്രീറ്റ് ചെയ്യേണ്ടി, വീണ്ടും പമ്പ് ചെയ്യേണ്ട ആവശ്യം വരും, അത്രയും വൈദ്യുതിയും മറ്റും നഷ്ടമാവും. ദസ് അങ്ങനെ ബോത്ത് വാട്ടർ ആൻഡ് എനർജി ആർ കൺസർവ്ഡ്, അങ്ങനെ ഒരേ സമയം ശ്രദ്ധിച്ചാൽ ജലസംരക്ഷണവുമായി എനർജി കൺസർവേഷനുമായി എന്ന് പറയാം.
നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഭാഗങ്ങൾ. എനർജി കൺസർവേഷൻ എന്താണ്? മീൻസ് പ്രിവെൻറ്റിംഗ് എനർജി വേസ്റ്റേജ്. എനർജി വേസ്റ്റേജ് പ്രിവെൻറ്റ് ചെയ്യലാണ്. അടുത്തത് റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്താണ്? ഇക്കോ ഫ്രണ്ട്ലി എനർജി സോഴ്സസിനെയാണ് റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. കാറ്റിൽ നിന്നുള്ള വൈദ്യുതിയും വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള വൈദ്യുതിയും ഒക്കെ റിന്യൂവബിൾ ആണ്. ഇനി അതുപോലെ തന്നെ ബയോഗ്യാസിൽ നിന്നുള്ള ഉൽപ്പാദനവും അങ്ങനെ തന്നെയാണ്. യൂസ് LED ബൾബ്സ് ആൻഡ് എനർജി എഫിഷ്യൻറ്റ് അപ്ലയൻസസ്. എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അപ്ലയൻസസും LED ബൾബുകളും ഒക്കെ ഉപയോഗിച്ചാൽ നമുക്ക് എനർജി സേവിങ്ങിനുള്ളൊരു വഴിയാണ്. സ്വിച്ച് ഓഫ് അൺയൂസ്ഡ് ഇലക്ട്രിക്കൽ ഡിവൈസസ് വെൻ നോട്ട് ഇൻ യൂസ്. പിന്നെ എന്താണ്? പ്രഷർ കുക്കേഴ്സ് ആൻഡ് സോളാർ ഡിവൈസസ് ഹെൽപ്പ് സേവ് എനർജി. പ്രഷർ കുക്കറുകളും സോളാർ ഡിവൈസുകളും നമുക്ക് എനർജി സേവ് ചെയ്യാൻ സഹായിക്കുന്നു. കൺസർവേഷൻ പ്രൊട്ടക്ട്സ് റിസോഴ്സസ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. കൺസർവേഷൻ ഭാവി തലമുറകൾക്ക് വേണ്ടിയിട്ട് റിസോഴ്സസിനെ സംരക്ഷിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത്. ഡീറ്റെയിൽ ആയിട്ട് പല ആവർത്തികമായിട്ട് പഠിക്കുക. താങ്ക് യു.